Hello students, welcome to another video of Basic Mechanical Engineering. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെഷീൻ ടൂൾസ് എന്നൊരു സെക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. മെഷീൻ ടൂൾ, എ മെഷീൻ വിച്ച് പെർഫോംസ് മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ വിത്ത് ടൂൾസ് ടു പ്രൊഡ്യൂസ് ഡിസൈർഡ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി വർക്ക് പീസ് ഈസ് നോൺ ആസ് മെഷീൻ ടൂൾസ്. അതായത് വർക്ക് പീസിൽ നിന്നും ടൂളിൻ്റെ സഹായത്തോടെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയും അതുവഴി ഡിഫറെൻറ്റ് ഷേപ്പുകളും സൈസുകളും മേക്ക് ചെയ്യുന്നതുമായിട്ടുള്ള മെഷീൻസിനെയാണ് നമ്മൾ മെഷീൻ ടൂൾസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ടൂൾസ് പഠിക്കാനുണ്ട്. ആദ്യത്തേത് ലെയ്ത്ത്, സെക്കൻഡ് വൺ ഷേപ്പിംഗ് മെഷീൻ, തേർഡ് വൺ ഡ്രില്ലിംഗ് മെഷീൻ, ഫോർത്ത് വൺ മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ ആൻഡ് പ്ലെയിനർ മെഷീൻ. സോ ഇത്രയുമാണ് മെഷീൻ ടൂൾസിനുള്ള എക്സാമ്പിൾസ്. ഇതിൽ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ എന്നിവ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെയ്ത്ത്. ഈ കാണുന്നതാണ് ലെയ്ത്തിൻ്റെ ഫിഗർ. Lathe is a machine which removes metal from a piece of work to the required shape and size. സോ ലെയ്ത്ത് എന്നുള്ളത് ഒരു മെഷീൻ ടൂളാണ്. അത് വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്ത് ഡിഫറെൻറ്റ് ഷേപ്പുകളും സൈസുകളും മേക്ക് ചെയ്യുന്നു. എ ലെയ്ത്ത് ഓപ്പറേറ്റ്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ആൻഡ് എ ഫിക്സഡ് കട്ടിംഗ് ടൂൾ. അതായത് ലെയ്ത്തിൽ വർക്ക് പീസ് എന്നുള്ളത് റൊട്ടേറ്റിംഗ് ആയിരിക്കും, അതേസമയം വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കട്ടിംഗ് ടൂൾ ഫിക്സഡ് ആയിരിക്കും. കട്ടിംഗ് ടൂൾ ഈസ് ഫെഡ് ഇൻ ടു ദി വർക്ക് പീസ് വിച്ച് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് causing the workpiece to be formed to the desired shape. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിലേക്ക് കട്ടിംഗ് ടൂൾ ഫീഡ് ചെയ്യുകയും ആ ഒരു കട്ടിംഗ് ടൂള് വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്ത് ഡിഫറെൻറ്റ് ഷേപ്പുകളും സൈസുകളും നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലെയ്ത്ത്. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു വർക്ക് പീസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വർക്ക് പീസിനെയാണ് നമ്മളിവിടെ ജോബ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ജോബിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യാനായിട്ടുള്ള കട്ടിംഗ് ടൂളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് രണ്ട് സപ്പോർട്ടുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് ടൂൾ എന്നുള്ളത് വർക്ക് പീസിലേക്ക് ഫീഡ് ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ഷേപ്പുകളും സൈസുകളും മേക്ക് ചെയ്യേണ്ടത്. നമുക്ക് മൂന്ന് രീതിയിൽ ടൂളിനെ വർക്ക് പീസിലേക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ ഒരു റൊട്ടേറ്റിംഗ് വർക്ക് പീസിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനെ പാരലായിട്ട് ഫീഡ് ചെയ്യാം. മറ്റൊന്ന് പെർപെൻഡിക്കുലറായിട്ട് ഫീഡ് ചെയ്യാം. മറ്റൊന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് ഫീഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഒരു ലൈനാണ് ഈ ഒരു ജോബിൻ്റെ റൊട്ടേറ്റിംഗ് ആക്സിസ്. ഈ ഒരു ആക്സിസിന് പാരലായിട്ട് ഈ ഒരു ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു ഡയറക്ഷനിൽ പാരലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർക്ക് പീസിനെ നമ്മൾക്ക് സിലിണ്ട്രിക്കൽ വർക്ക് പീസായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. മറ്റൊന്ന്, ഈ ഒരു കട്ടിംഗ് ടൂളിനെ നമ്മൾക്ക് ഈ ഒരു ആക്സിസിനെ പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്താൽ നമുക്കൊരു പ്ലെയിൻ സർഫസ് ലഭിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കൊരു ടേപ്പേഡ് ആയിട്ടുള്ള വർക്ക് പീസ് ആയിരിക്കും ലഭിക്കുക. സോ ഈ മൂന്ന് പ്രിൻസിപ്പിൾസ് ആണ് ലെയ്ത്തിനുള്ളത്. ഇഫ് ദി ടൂൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഇറ്റ് പ്രൊഡ്യൂസസ് എ പ്ലെയിൻ സർഫസ്. ഇഫ് ദി ടൂൾ മൂവ്സ് പാരലൽ ടു ദി വർക്ക് പീസ് സിലിണ്ട്രിക്കൽ സർഫസ് ഈസ് ഫോംഡ്. ഇഫ് ദി ടൂൾ മൂവ്സ് ഇൻക്ലൈൻഡ് ടു ദി ആക്സിസ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ടേപ്പർ സർഫസ് ആൻഡ് ഈസ് കോൾഡ് ടേപ്പർ ടേണിംഗ്. സോ ഇൻക്ലൈൻഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് പീസ് ആയിരിക്കും. അതിനെയാണ് ടേപ്പർ സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഓപ്പറേഷനെയാണ് ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്നത്. ഈ ഓരോ പ്രിൻസിപ്പിളിൻ്റെയും വീഡിയോ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
പ്രിൻസിപ്പൽ പാർട്സ് ഓഫ് എ ലെയ്ത്ത്. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇതാണ് ഒരു ലെയ്ത്തിൻ്റെ പ്രിൻസിപ്പൽ പാർട്സ്. അതിൽ ഓരോന്നായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് 2 ലെഗുകൾ കാണാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ആ ഒരു ലെഗിന് മേലെയായിട്ട് ബെഡ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബെഡിൻ്റെ മേലെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഹെഡ് സ്റ്റോക്കും റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെയായിട്ട് ലീഡ് സ്ക്രൂ, അതേപോലെ ഫീഡ് റോഡ് എന്നിവയും കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെയായിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ക്യാരേജ്. ഈ ഒരു ക്യാരേജിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകളാണ് ക്രോസ് ലൈറ്റ്, ടൂൾ പോസ്റ്റ്, കോമ്പൗണ്ട് റെസ്റ്റ് എന്നിവ. ഇനി ഇവിടെയായിട്ട് നിങ്ങൾക്ക് ചക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഈ ഒരു ഭാഗമാണ് ചക്ക്. ഈ ഒരു ചക്ക് ഉപയോഗിച്ചാണ് വർക്ക് പീസിനെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഇനി ഇവിടെയായി ടെയിൽ സ്റ്റോക്കിൻ്റെ സെൻറ്റർ കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് ഒരു ലെയ്ത്തിൻ്റെ പ്രിൻസിപ്പൽ പാർട്സ്. നമുക്കിനി ഈ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യത്തേത് ബെഡ്. ഇറ്റ് ഈസ് ദി ബേസ് ഓഫ് ദി ലെയ്ത്ത്. All the other functional components are mounted on bed. Bed is made up of cast iron. It gives strength and rigidity to lathe. Guideways are provided on top surface of the bed for the movement of tailstock and carriage. ഈ ഒരു ഫിഗറിൽ ഈ കാണുന്ന ഭാഗമാണ് ബെഡ് എന്നുള്ളത്. ഈ ബെഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ ഒന്ന് മറ്റു പ്രധാനപ്പെട്ട ഫങ്ഷണൽ കോമ്പോണൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഈ കാണുന്ന ബെഡിന് മേലെയാണ് ഹെഡ് സ്റ്റോക്ക്, അതേപോലെ ടെയിൽ സ്റ്റോക്ക്, അതേപോലെ ക്യാരേജ് എന്നീ 3 ഫങ്ഷണൽ കോമ്പോണൻസ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ബെഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്നുള്ളത് മറ്റു ഫങ്ഷണൽ കോമ്പോണൻസ് ആയിട്ടുള്ള ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ക്യാരേജ് എന്നിവയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയ്ത്തിന് വേണ്ട സ്ട്രെങ്ത്തും റിജിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫങ്ഷൻ, ഈ ഒരു 3 ഫങ്ഷണൽ കോമ്പോണൻസ് ആയിട്ടുള്ള ഹെഡ് സ്റ്റോക്ക്, ക്യാരേജ്, അതേപോലെ ടെയിൽ സ്റ്റോക്ക്. ഇതിൽ ഹെഡ് സ്റ്റോക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫിക്സഡ് ആയിരിക്കും. അതേസമയം ഈ ഒരു ക്യാരേജും ടെയിൽ സ്റ്റോക്കും ഈ ഒരു ബെഡിന് മേലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ടെയിൽ സ്റ്റോക്കിനെയും ക്യാരേജിനെയും മൂവ് ചെയ്യാനായിട്ടുള്ള ഗൈഡ് വേസ് ഈ ഒരു ബെഡിന് മേലെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ബെഡിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. സോ ഈ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹെഡ് സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്ക് ഈസ് പെർമനൻ്റ്ലി ഫിക്സഡ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മെഷീൻ. Headstock houses gearbox which helps to rotate the spindle at various speeds. Work holding devices such as chucks, faceplates, etc. are fixed to spindle. ഇവിടെ ഈ കാണുന്ന ഭാഗമാണ് ഹെഡ് സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്ക് എന്നുള്ളത് ഈ ഒരു ബെഡിൻ്റെ മേലെ ലെഫ്റ്റ് സൈഡിൽ പെർമനൻ്റ്ലി ഫിക്സഡ് ആണ്. ഈ ഒരു ഹെഡ് സ്റ്റോക്കിനുള്ളിൽ ഒരു സ്പിൻഡിൽ ഉണ്ട്. ആ സ്പിൻഡിലിനെ ഡിഫറെൻറ്റ് സ്പീഡുകളിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഗിയർ ബോക്സ് കൂടി ഈ ഒരു ഹെഡ് സ്റ്റോക്കിനുള്ളിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഹെഡ് സ്റ്റോക്കിനുള്ളിൽ 2 പ്രധാനപ്പെട്ട പാർട്സുകൾ വരും. ഒന്ന് സ്പിൻഡിൽ, പിന്നെ സ്പിൻഡിലിനെ ഡിഫറെൻറ്റ് സ്പീഡുകളിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഗിയർ ബോക്സ്. ഇനി ഈ കാണുന്നതാണ് സ്പിൻഡിലിൻ്റെ എൻഡ്. ഈ ഒരു സ്പിൻഡിലേക്കാണ് നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ചക്ക്, ഫേസ് പ്ലേറ്റ് എന്നിവ ഘടിപ്പിക്കുക. നെക്സ്റ്റ് വൺ, ടെയിൽ സ്റ്റോക്ക്. ടെയിൽ സ്റ്റോക്ക് ഈസ് പ്രൊവൈഡഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ലെയ്ത്ത്. ടെയിൽ സ്റ്റോക്ക് ക്യാൻ ബി ക്ലാംപ്ഡ് അറ്റ് ഡിസൈഡ് ലൊക്കേഷൻസ്. ടെയിൽ സ്റ്റോക്ക് ഹെൽപ്പ് ടു സപ്പോർട്ട് ദി അതർ എൻഡ് ഓഫ് വർക്ക് പീസ്. Tailstock can also be used for various operations like drilling, reaming, etc. സോ നമുക്ക് നെക്സ്റ്റ് ഡീൽ ചെയ്യേണ്ടത് ടെയിൽ സ്റ്റോക്കിനെ പറ്റിയാണ്. ടെയിൽ സ്റ്റോക്ക് എന്നുള്ളത് ലെയ്ത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് അവിടെ പെർമനൻ്റ്ലി ഫിക്സഡ് അല്ല. അതിന് നമ്മൾക്ക് ഡിസൈഡഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടെയിൽ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് വർക്ക് പീസിൻ്റെ മറ്റൊരു എൻഡ് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല ഡ്രില്ലിംഗ്, റീമിംഗ് എന്നീ ഓപ്പറേഷൻസ് കൂടി ടെയിൽ സ്റ്റോക്ക് വഴി നമ്മൾക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ക്യാരേജ്. Carriage consists of several parts which help to support and control the movement of cutting tools. കട്ടിംഗ് ടൂളിനെ സപ്പോർട്ട് ചെയ്യാനും കട്ടിംഗ് ടൂളിനെ മൂവ് ചെയ്യാനുള്ള പാർട്ടാണ് ക്യാരേജ് എന്നുള്ളത്. ഈ കാണുന്നതാണ് ക്യാരേജിൻ്റെ ഫിഗർ. 5 പ്രധാനപ്പെട്ട പാർട്സുകൾ ചേർന്നിട്ടുള്ളതാണ് ക്യാരേജ് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ബോക്സ് ഷേപ്പിൽ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആപ്രൺ എന്നുള്ളത്. ഇനി ഈ ഒരു ആപ്രണിൻ്റെ മേലെയായിട്ട് ഈ കാണുന്ന ഭാഗമാണ് സാഡിൽ എന്നുള്ളത്. ഈ സാഡിലിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കാണാനായിട്ട് സാധിക്കും. അതിനെ ഞാൻ 3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതാണ് ക്രോസ് സ്ലൈഡ്. ഇതിനു മേലെയായിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. അതിനെ 4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അതിനു മേലെ ഈ കാണുന്ന ഭാഗമാണ് ടൂൾ പോസ്റ്റ്. സോ ഈ 5 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേരുന്നതാണ് ക്യാരേജ് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സാഡിലിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കാം. ഈ സാഡിലെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ലിവർ ഉപയോഗിച്ച് നമുക്കതിനെ ഈ ഒരു ഡയറക്ഷനിലോ അതല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
സോ ഈ ഒരു സാഡിൽ ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോ മൂവ് ചെയ്യുമ്പോൾ സാഡിൽ മൂവ് ചെയ്യുന്നത് റൊട്ടേഷണൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ്. സോ ഈ രീതിയിൽ റൊട്ടേഷണൽ ആക്സിസിന് പാരലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു സാഡിലിന് മേലെ ഫിക്സ് ചെയ്തിരിക്കുന്ന ക്രോസ് സ്ലൈഡും കോമ്പൗണ്ട് റെസ്റ്റും ടൂൾ പോസ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ടൂളും ആക്സിസ് ഓഫ് റൊട്ടേഷനെ പാരലായിട്ട് മൂവ് ചെയ്യും. സോ ടൂളിനെ ആക്സിസ് ഓഫ് റൊട്ടേഷനെ പാരലായിട്ട് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പാർട്ടാണ് സാഡിൽ എന്നുള്ളത്. ഇനി നമ്മൾക്ക് കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ 3 റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ക്രോസ് സ്ലൈഡ്. ആ ഒരു ക്രോസ് സ്ലൈഡിനെ നമുക്ക് ഈ കാണുന്ന ലിവർ ഉപയോഗിച്ച് നമുക്കതിനെ ഈ ഒരു ഡയറക്ഷനിലോ അതല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. സോ ക്രോസ് സ്ലൈഡ് മൂവ് ചെയ്യുമ്പോൾ ടൂൾ മൂവ് ചെയ്യുന്നത് റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടൂളിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് ക്രോസ് സ്ലൈഡ് എന്നുള്ളത്. ഇനി നമ്മൾക്ക് എന്താണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ കോമ്പൗണ്ട് റെസ്റ്റ് ചെയ്യുന്നത് ക്രോസ് സ്ലൈഡിന് മേലെയാണ്. അവിടെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കുറേയധികം ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ ആംഗിൾ ഗ്രാജുവേഷൻസ് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഗ്രാജുവേഷൻസ് ഉപയോഗിച്ച് നമ്മൾക്ക് കോമ്പൗണ്ട് റെസ്റ്റിനെ ഏതൊരു ആംഗിളിലും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കോമ്പൗണ്ട് റെസ്റ്റിനെ ഏത് ആംഗിളിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതേ ആംഗിളിൽ നമ്മൾക്ക് ടൂളിനെയും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ടൂളിനെ ആംഗിൾസിൽ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പാർട്ടാണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്നുള്ളത്. ഇനി നമ്മൾക്ക് ഈ കാണുന്ന 5ാമത്തെ അതായത് ടൂൾ പോസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ടൂളിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗമാണ് ടൂൾ പോസ്റ്റ് എന്നുള്ളത്. സോ അതാണ് ടൂൾ പോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി താഴെയായിട്ട് 1 എന്ന് കാണാം, അതാണ് ആപ്രോൺ. ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ക്രോസ് സ്ലൈഡ്, സാഡിൽ എന്നിവയുടെ മോഷനെ ഹെൽപ്പ് ചെയ്യുന്ന ലിവേഴ്സും മറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ രീതിയിലുള്ള ലിവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ആപ്രൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, സാഡിൽ. ഇറ്റ് ഈസ് ദി ബേസ് ഓഫ് ദി കാരേജ്. ഇറ്റ് മൂവ്സ് അലോങ് ദി ഗൈഡ് വേസ്. ക്രോസ് സ്ലൈഡ്. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി സാഡിൽ. Cross slide can move perpendicular to the center line of the lathe. Compound rest. It is mounted on top of cross slide. Compound rest can be rotated about the saddle, which makes the position of cutting tool at the desired angle. Tool post. Cutting tool can be firmly held on tool post. Tool post is mounted on compound rest. Next one, apron. Apron is fixed below the saddle. It contains gears and levers for controlling the motion of carriage. So ഈ പറഞ്ഞതെല്ലാം തന്നെ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഈ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, lathe centers. The most common method of holding the job in the lathe is between two centers known as live center and dead center. വർക്ക് പീസിനെ ലെയ്ത്തിൽ ഹോൾഡ് ചെയ്യാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് സെൻറ്റേഴ്സ് ഉപയോഗിച്ചുള്ള ഹോൾഡിംഗ് മെത്തേഡ്. ഇവിടെ 2 സെൻറ്റേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ലൈവ് സെൻറ്റർ, മറ്റൊന്ന് ഡെഡ് സെൻറ്റർ. ഹെഡ് സ്റ്റോക്കിൽ ഫിക്സ് ചെയ്യുന്ന സെൻറ്ററിനെയാണ് നമ്മൾ ലൈവ് സെൻറ്റർ എന്ന് പറയുക. അതേസമയം ടെയിൽ സ്റ്റോക്കായിട്ട് ഫിക്സ് ചെയ്യുന്ന സെൻറ്ററിനെയാണ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലെയ്ത്ത് ഓപ്പറേഷൻസ്. ടേണിംഗ്. ടു റിമൂവ് മെറ്റീരിയൽ ഫ്രം ദി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ് ടു ഒബ്റ്റെയിൻ ഫിനിഷ്ഡ് സർഫസ്. അതായത് ടൂളിനെ ആക്സിസിനെ പാരലായിട്ട് മൂവ് ചെയ്ത് അതിനെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ടേണിംഗ് ഓപ്പറേഷൻ. Next one, phasing. To produce flat surface at the end of the workpiece for making phase grooves. അതായത് ലെയ്ത്ത് സെൻറ്ററിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ടൂളിനെ മൂവ് ചെയ്ത് അതിനെ ഫ്ലാറ്റ് സർഫസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഫേസിംഗ് ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ, ബോറിംഗ്. ടു എൻലാർജ് എ ഹോൾ ഓർ സിലിണ്ടറിക്കൽ ക്യാവിറ്റി മെയ്ഡ് ബൈ എ പ്രീവിയസ് പ്രോസസ് ഓർ ടു പ്രൊഡ്യൂസ് സർക്കുലർ ഇന്റേണൽ ഗ്രൂവ്സ്. അതായത് ഓൾറെഡി ഉള്ള ഹോളിനെ എൻലാർജ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ബോറിംഗ്. നെക്സ്റ്റ് വൺ, ഡ്രില്ലിംഗ്. ടു പ്രൊഡ്യൂസ് എ ഹോൾ ഓൺ ദി വർക്ക് പീസ്. വർക്ക് പീസിൽ പുതിയ ഹോളുകൾ മേക്ക് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഡ്രില്ലിംഗ്. റീമിംഗ്. ടു ഫിനിഷ് ദി ഡ്രിൽഡ് ഹോൾ. അതായത് ഡ്രിൽ ചെയ്ത ഹോളിനെ ഫിനിഷ് ചെയ്യാനുള്ള ഓപ്പറേഷനാണ് റീമിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ത്രെഡിംഗ്. ടു പ്രൊഡ്യൂസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ത്രെഡ്സ് ഓൺ വർക്ക് പീസസ്. അതായത് നട്ടിലെ പോലെ ഇന്റേണൽ ത്രെഡും അതേപോലെ സ്ക്രൂവിനെ പോലെ എക്സ്റ്റേണൽ ത്രെഡും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ലെയ്ത്ത് ഉപയോഗിച്ച് സാധിക്കും. നെക്സ്റ്റ് വൺ, നെയിലിംഗ്. ടു പ്രൊഡ്യൂസ് എ റെഗുലർലി ഷേപ്ഡ് റഫ്നെസ് ഓൺ ദി വർക്ക് പീസ്. അതായത് സ്ക്രൂ ഗേജുകളിലും മറ്റും നമ്മൾ ഗ്രിപ്പ് ചെയ്യാനായിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു ഗ്രിപ്പിംഗ് സർഫസിനെ നമ്മൾ നെയിൽ എന്നാണ് പറയുക. സോ ആ ഒരു നെയിൽ സർഫസ് മേക്ക് ചെയ്യാനായിട്ട് ലെയ്ത്ത് വഴി നമുക്ക് സാധിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നെയിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലെയ്ത്ത് സ്പെസിഫിക്കേഷൻസ്. അതായത് ലെയ്ത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, ലെങ്ത് ഓഫ് ദി ബെഡ്, ഹൈറ്റ് ഓഫ് ദി ലെയ്ത്ത് സെൻറ്റർ ഫ്രം ടോപ്പ് ഓഫ് ദി ബെഡ്, swing over bed and carriage, lead screw details,
മോട്ടോർ ഡീറ്റെയിൽസ്. സോ ഈ പറയുന്ന കാര്യങ്ങളാണ് ഒരു ലേത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ്. താങ്ക് യു.